ലോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങളിലും ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നം തൊഴിലില്ലായ്മയാണ്. അതായത് പ്രൊഫഷണൽ ആയുള്ള തൊഴിലാളികളുടെ അഭാവം. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ പ്ലസ് ടുവിന് ശേഷം ഒരു കോഴ്സ് പഠിക്കുമ്പോൾ അത് വിദ്യാഭ്യാസം നേടാനായിട്ട് ആയിരിക്കരുത്, ഒരു ജോലി നേടാനായിട്ട് ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഒരു ലാഭേച്ഛയും കൂടാതെ വിവിധ ജോബ് ഓറിയന്റഡ് കോഴ്സുകളെ കുറിച്ച് ഈ ചാനലിലെ കരിയർ ഗൈഡൻസ് സീരീസിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കേരളത്തിൽ മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളിലും കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലും ഉൾപ്പെടെ വേഗത്തിൽ തൊഴിൽ നേടുവാൻ കഴിയുന്ന സെക്ടറാണ് ആരോഗ്യ മേഖല. ഇവിടെ ഹൈ ഡിമാൻഡ് തൊഴിൽ മേഖല തുറന്നു തരുന്ന 7 കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളിൽ ഒന്ന് പഠിച്ചെടുത്താൽ അധികം അന്വേഷിക്കാതെ ഈസിയായി ഒരു ബ്ലൂ കോളർ ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ആരോഗ്യ മേഖല എന്ന് കേൾക്കുമ്പോൾ ഡോക്ടർമാരും നഴ്സുമാരുമാണ് മനസ്സിലേക്ക് വരുന്നതെങ്കിൽ അതുമാത്രമല്ല, പല വിഭാഗങ്ങളിലായി അലൈഡ് മെഡിക്കൽ പ്രൊഫഷണലുകളും ചേരുന്നതാണ് ഈ മേഖല. സ്ഥിരമായ തൊഴിൽ ഉറപ്പാക്കുകയും മാന്യത ലഭിക്കുകയും മികച്ച വരുമാനം ലഭിക്കുകയും ചെയ്യുന്ന കരിയറുകളാണിവ. ആ കോഴ്സുകൾ ഏതൊക്കെയെന്ന് പറയാം. BSc നഴ്സിംഗിന് പുറമെ BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, എമർജൻസി ആൻഡ് ട്രോമ കെയർ, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, BSc റേഡിയോളജി ആൻഡ് ഇമേജിംഗ്, BSc ഇൻ അനസ്തേഷ്യ, ഒപ്റ്റോമെട്രി, ഫോറൻസിക് സയൻസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ്, എമർജൻസി മെഡിക്കൽ ടെക്നോളജിസ്റ്റ്, ബേൺ കെയർ ടെക്നോളജിസ്റ്റ് എന്നീ വിവിധ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ട്. ഡിഗ്രി കോഴ്സുകൾ 3 മുതൽ 4 വർഷം വരെ ഡ്യൂറേഷൻ വരുന്നവയാണ്. ഡിപ്ലോമ കോഴ്സുകൾ 1 വർഷം മുതൽ 2 വർഷം വരെയാണ്. ഫിസിയോതെറാപ്പി കോഴ്സിന് ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ 4.5 വർഷത്തോളം കോഴ്സ് വരുന്നുണ്ട്. സർക്കാർ കോളേജുകളിൽ ഇതിന് ഫീസ് പ്രതിവർഷം 10,000 മുതൽ 20,000 വരെയാണ്. പ്രൈവറ്റ് കോളേജുകളിൽ 70,000 മുതൽ 2.5 ലക്ഷം വരെയാണ് പ്രതിവർഷ ഫീസ്. ഈ കോഴ്സുകളിൽ മിക്കതും ഓഫ്ലൈൻ കോഴ്സുകളാണ്, കാരണം പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ഇതിൽ പ്രധാനമാണ്. ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലാബ് അല്ലെങ്കിൽ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതിനൊപ്പം തന്നെ പരിശീലനം നേടുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പഠനശേഷം ഈ കോഴ്സുകൾ പഠിച്ചവർക്ക് വേഗത്തിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതും. പ്ലസ് ടുവിൽ ബയോളജി ഉൾപ്പെട്ട സ്ട്രീമിൽ പഠിച്ചവർക്കാണ് ഈ കോഴ്സുകൾ ചെയ്യാൻ കഴിയുന്നത്. ചില ഡിഗ്രി കോഴ്സുകൾക്ക് ഗവൺമെന്റ് തലത്തിൽ പ്രവേശനം നേടാൻ എൻട്രൻസ് എക്സാം പാസ്സാകേണ്ടതുണ്ട്. പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷം മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്താണ് അഡ്മിഷൻ നടക്കുന്നത്. ഔദ്യോഗിക അഡ്മിഷൻ പോർട്ടൽ വഴി അപേക്ഷ നൽകുവാൻ കഴിയും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് ഏതാണോ അത് ഗൂഗിൾ ചെയ്ത് അതിന്റെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടെത്തുക. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാം. ഡിപ്ലോമ കോഴ്സുകൾക്ക് LBS സെന്റർ ഫോർ സയൻസ് ടെക്നോളജിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കേരളയുടെ വെബ്സൈറ്റിൽ നിന്ന് പല കോഴ്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും. കൂടാതെ ഈ കോഴ്സുകളുള്ള കോളേജുകളുടെ വെബ്സൈറ്റിൽ നിന്നും അഡ്മിഷൻ വിവരങ്ങൾ കണ്ടെത്തുവാൻ കഴിയും. ഹോസ്പിറ്റലുകളിലും ഡയഗ്നോസ്റ്റിക് ലാബുകളിലും റീഹാബിലിറ്റേഷൻ സെന്ററുകളിലും ഉൾപ്പെടെ തൊഴിൽ സാധ്യതകൾ നിരവധിയാണ്. വിദേശ രാജ്യങ്ങളിലും ഇത്തരം പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചവർക്ക് നേരിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. കേരളത്തിൽ 20,000 മുതൽ 40,000 രൂപ വരെ ഫ്രഷേഴ്സിന് സാലറി ലഭിക്കും. എക്സ്പീരിയൻസിനനുസരിച്ച് 50,000 രൂപയ്ക്ക് മുകളിലേക്ക് ശമ്പളം വർദ്ധിക്കും. വിദേശ രാജ്യങ്ങളിൽ 2 ലക്ഷം മുതൽ 3 ലക്ഷവും അതിലധികവും വരെയാണ് ശമ്പളം. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്ഷമയും ഉത്തരവാദിത്വവും ഉള്ളവർക്ക് പറ്റുന്ന ഒരു കരിയർ ആണിത്. വിദേശത്ത് ജോലി നേടുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ കോഴ്സിലൊന്ന് പഠിച്ച് ഈസിയായി വിദേശത്ത് ജോലി നേടാം. ആരോഗ്യ മേഖലയിൽ പ്രൊഫഷണൽ ആയവർക്ക് ഇന്നും വലിയ ഡിമാൻഡുണ്ട്. മികവുള്ളവർക്ക് വേഗത്തിൽ ജോലിയിൽ പ്രവേശിക്കുവാനും കഴിയും. തൊഴിൽ സുരക്ഷയും മികച്ച ശമ്പളവും ലഭിക്കും. മാന്യതയും സ്ഥിരതയും ആഗോള സാധ്യതകളുള്ള ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആരോഗ്യ മേഖല തന്നെയാണ് നിങ്ങളുടെ കരിയർ പാത്ത്.